നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയിലുള്ള എന്റെ വിശ്വാസം വെച്ച ഡോക്ടർമാര് കാല് മുറിക്കണമെന്ന് പറഞ്ഞ് ചേച്ചി എഴുന്നേൽപ്പിച്ച് കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുവരുമെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞത്. അതിലാർക്കും വിശ്വാസമില്ലഞ്ഞിട്ടും എന്റെ വിശ്വാസം പെരുവണ്ണാപുരത്ത് അമ്മയായിരുന്നു. കാണെ എന്റെ ചേച്ചിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അദ്ദേഹത്തിനും പ്രതീക്ഷയായി. ഇന്ന് കതിർ മണ്ഡപത്തിലേക്ക് അദ്ദേഹം പോകുന്നത് ലച്ചു സ്വാതിയുടെ കൈപിടിച്ച് മുഹൂർത്ത സമയത്തിന് മുമ്പ് എത്തുന്ന വിശ്വാസത്തിലാ. അവസാന നിമിഷം അമ്മ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചത് എന്തിനാ? അവരല്ലേ അമ്മ ഒന്നിച്ച് ജീവിക്കേണ്ടത്. ഇനി ഞാൻ പോകുന്നത് സഞ്ജുവിന്റെ കല്യാണത്തിന്. അവൻ എന്നോട് പറഞ്ഞത് നീ വരരുതെന്ന. എന്റെ വിധി തന്നെ അവന് സംഭവിച്ചു. സ്നേഹിച്ച പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ അവന് ഭാഗ്യമുണ്ടായില്ല. എന്റെ ചേച്ചിയെ എത്രയോ വർഷം സ്നേഹിച്ചത് അദ്ദേഹം. ചേച്ചിയില്ലാതെ അദ്ദേഹത്തിന് ഒരു ജീവിതമില്ല അമ്മ. അമ്മൂനെ ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. പക്ഷേ അതുപോലായിരുന്നില്ല സഞ്ജുവിന് സ്വാതി. അവരെ കാണുമ്പോഴൊക്കെ അർദ്ധനാരീശ്വര സങ്കല്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അവര് രണ്ടായിരുന്നില്ല. സ്നേഹിക്കുന്നവരെ വേർപിരിക്കുന്നതിൽ കവിഞ്ഞ് വലിയ സങ്കടം വേറെന്തുണ്ട്? ഇപ്പോഴും ഞാൻ ദേവിയിൽ വിശ്വസിക്കുന്നു. എന്റെ ചേച്ചിയുടെ കാലുകൾക്ക് കരുത്തു കൊടുക്കണേ. അമ്മയൊന്ന് പ്രസാദിച്ച ചേച്ചിക്ക് എഴുന്നേക്കാനാവും. എന്റെ ചേച്ചിയോട് പ്രസാദിക്കൂ അമ്മ. ലച്ചു വന്നോ? വഴിപാടുകളൊന്നും ഇല്ലേ? ഇല്ല തിരുമേനി. അമ്മോ, മനസ്സിലോർത്തതേയുള്ളൂ. ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച് അമ്മൂനെ ഞാൻ വീണ്ടും കാണുകയാണ്. ദേവിയ, തിരുമേനി കൊണ്ട് നിന്റെ പേര് വിളിപ്പിച്ചത്. അമ്മോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.